ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രയർ ലൈനായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും എന്റെ സ്നേഹവന്ദനം. ദൈവം നല്ലവനും വിശ്വസ്തനുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം പരിശുദ്ധൻ, ഉയർന്നിരിക്കുന്നവൻ ഉന്നതവാസി പരിശുദ്ധൻ. ആ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ സേവിപ്പാനും തന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പരിജ്ഞാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ആ പരിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മൾ ബലപ്പെടും, നമ്മൾ അധൈര്യപ്പെടത്തില്ല, നമ്മൾ ബലപ്പെടും. ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലോകങ്ങളൊക്കെയും മാറിക്കൊണ്ടേയിരിക്കുന്നു, രാഷ്ട്രീയ ഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, കാലങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് എന്ത് സംഭവിക്കുന്നൊക്കെ ആത്മീയമായ കാഴ്ചപ്പാട് ലഭിച്ചവർക്ക് മനസ്സിലാവും. ലോകത്തിന്റെ ഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധഭീഷണികളും ഒക്കെ നടന്നു കേൾക്കുന്നു. ദൈവം ദൈവം ലോകം സൃഷ്ടിച്ച സമയത്ത് തന്നെ ലോകത്തെ ദൈവം നശിപ്പിക്കുന്നു ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ദിവസം ആ ദിവസത്തിലേക്കൊക്കെ ഈ ലോകം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവമക്കളായ നമ്മൾക്ക് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ, ദൈവത്തെ കൂടുതലായിട്ട് വ്യക്തിപരമായി അറിയാൻ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഒരിക്കലും മാറിയിട്ടില്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റത്തില്ല. പക്ഷെ നമ്മുടെ പാപം മാത്രമേ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ശത്രുക്കളും മേശക്കും അഭേദനാഥുകവും ഒക്കെ തീയിൽ വീണപ്പോൾ അവിടെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു. അവിടെ പ്രയാസം കഷ്ടപ്പാടും കണ്ട് ദൈവം മാറുന്നുണ്ട്. ഒന്നുകിൽ ദൈവം നമ്മളെ ദൈവം തീയിൽ നിന്ന് വിടുവിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ തീയിൽ ഇറങ്ങി വരും. ആ നിത്യനായ ദൈവത്തെ നമുക്ക് ഈ രാത്രിയിൽ സ്തുതിക്കാം. സകല മഹത്വവും ആരാധനയും സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവത്തിന് അർപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് കാണുകയും കഥാദാസത്തോട് എന്നോട് ദൈവം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബിസി ആണെങ്കിലും ദൈവമക്കളോടൊത്ത് ഈ സമയം ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവം തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ കടക്കുകയാകുന്നു. ഹല്ലേലൂയ. 1 ശമൂവേൽ 22 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാ ഗുഹയിലേക്ക് ഓടിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാ ഗുഹയിലേക്ക് ഓടിപ്പോയി. നമുക്ക് അതിന്റെ പശ്ചാത്തലം അറിയാമല്ലോ എല്ലാവർക്കും. ദാവീദ് നോബൽ പുരോഹിതനായ അഹിമേലെക്കിന്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കള്ളത്തരം പറയുന്നു. മനുഷ്യന്റെ സഹായത്തിനായിട്ട് അപേക്ഷിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. ദാവീദ് പറയുന്നത് ദൈവത്താൽ അഭിഷിക്തനായ ഒരു വ്യക്തിയാണ്. രാജാവായിട്ട് വാഴാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തി അവസാനം ദാവീദ് നോബൽ പുരോഹിതനായ അബീമേലെക്കിന്റെ അടുത്ത് എന്ന് പച്ചക്കള്ളം പറയുകയും അതുമുഖാന്തരം ആ കുടുംബത്തിനൊക്കെയും വലിയ നാശം സംഭവിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ അറിയാതെ നമുക്കറിയാം. അതിനുശേഷം ദാവീദ് ഓടി അവിടെ വിട്ട് ചെന്ന് അവിടെ അഭയം പ്രാപിക്കുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്ത ഒരു വ്യക്തി, ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു ദൈവദാസൻ പാപത്തിൽ വീഴുകയും കള്ളം പറയുകയും അവിടുന്ന് ഭയന്ന് വിറച്ച് ഗുഹയിൽ പോയി ഓടി ഒളിക്കുന്ന അവസ്ഥ നമ്മൾ അതുപോലൊക്കെയാണ് പലപ്പോഴും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാകുന്നു. കർത്താവായ യേശു രാജാവായിട്ട് കർത്താവായിട്ട് വീണ്ടും വരാൻ പോവുകയാണ്. ആ രാജാവിനോടൊപ്പം നമ്മള് നിത്യമായി വാഴുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മള് ദൈവത്തിന്റെ മക്കളാകുന്നു. ഭാവിയില് രാജാവിനോടൊപ്പം വാഴുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാകുന്നു. പക്ഷെ പലപ്പോഴും നമ്മളും ഈ പല പ്രയാസങ്ങളിലും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളെ ലോകത്തിലേക്ക് പോവുകയും പാപത്തിലേക്ക് പോവുകയും അങ്ങനെ ദൈവം നമ്മുടെ കൂടെ കൊണ്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ തകർന്നു പോകുന്ന അനുഭവം പലർക്കും ഉണ്ടാകുന്നുണ്ട്. അത് രോഗമാകട്ടെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്ന സമയമാകട്ടെ, സാമ്പത്തിക പ്രശ്നമാകാം, ഫാമിലി പ്രശ്നമാകാം,
തലമുറയുടെ വിഷയങ്ങളിലുള്ള കാര്യമാകാം, മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാകാം. അങ്ങനെ പല വിഷയങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളും ധൈര്യം ചോർന്ന് ബലഹീനരായി നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയി നമ്മൾ പാപത്തിൽ വീഴുകയും ദൈവത്തിൽ നിന്നൊക്കെയും ദൂരം മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പലരും സമൂഹങ്ങളിലൊക്കെയും ആയിക്കൊണ്ടേയിരിക്കുക. ഇത് കൂടുതലും പൗലോസ് പറയുന്ന അവസാന നാൾ വരുമ്പോൾ ഭക്തിയുടെ വേഷം തന്നെ ശക്തി നഷ്ടപ്പെട്ടത്, ദൈവത്തുമായുള്ള ബന്ധമൊക്കെയും കുറഞ്ഞ് ലൗകികരും ഈ ലോകത്തിൽ താല്പര്യമുള്ളവരായിട്ടൊക്കെ അനേകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാകുന്നു. ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാവീദിനും അതുപോലെ നമുക്ക് ഭവിക്കുന്നത് പോലെയൊക്കെ തന്നെ ദാവീദിന് സംഭവിച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. ശൗലിനെ പേടിച്ച് ഓടി അഹിമേലൊക്കെ അടുത്ത് വന്നിട്ട് കള്ളം പറഞ്ഞ് അവസാന ഗുഹയിലേക്ക് ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ദാവീദിന്റെ ജീവിതം മറ്റൊരു ജീവിതമായിട്ട് മാറുകയാണ്. നമ്മളെ പോലെ അല്ല, നമ്മളെ പോലെ പലരെ പോലെ അല്ല ദാവീദിന്റെ ജീവിതം. ഇവിടെ ഈ ദാവീദ് ഇവിടെ ഈ ഗുഹയിൽ വന്നതിന് ശേഷം ആ ഗുഹയെ ഒരു ആത്മീയ ഗുഹയായിട്ട് മാറ്റി, ഒരു ആത്മീയ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്ഥലമായിട്ട് ദാവീദ് മാറ്റുകയാണ് ചെയ്യുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദാവീദ് 3 സങ്കീർത്തനങ്ങൾ എഴുതുന്നത്. സങ്കീർത്തനം 34, 57, 149 149 സങ്കീർത്തനം 149. 3 സങ്കീർത്തനങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദാവീദ് എഴുതുകയാണ്. ഈ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ദാവീദ് അനുഭവിക്കുകയാണ്, ഞാൻ പാപം ചെയ്തു, ഞാൻ കള്ളത്തരം പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ അടുത്ത് സഹായത്തിന് വേണ്ടി വന്നു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുന്ന, കരഞ്ഞ് നിലവിളിക്കുന്ന ഒരവസ്ഥ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് ദേവവേദ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ദാവീദ് അവിടെ നിന്ന് കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും തന്റെ ജീവിതത്തിലുള്ള കുറവുകളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് അടുത്തു വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. നമ്മളെ പലപ്പോഴും നമ്മളിൽ അനേകം ഒരുപക്ഷെ ഈ അനുഭവത്തിലേക്ക് വരുന്നില്ല. നമ്മൾ ഒരുപക്ഷേ സംശയമുള്ളവരും ദൈവത്തോട് കയ്പുള്ളവരും കുളിർക്കുന്നവരും വിശ്വാസത്തിൽ വീണു പോകുന്നവരായിട്ടൊക്കെ ഇന്നത്തെ ക്രിസ്ത്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതം ഇതിനൊക്കെയും വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. അവൻ തന്റെ ജീവിതത്തെ ശോധന ചെയ്യാൻ തുടങ്ങി. അവൻ ദൈവത്തോട് അടുക്കുകയും മാനസാന്തരപ്പെടുകയും സ്തുതിക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലെ ബുക്സുകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, രാവിലെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശക്തി കിട്ടുമോ, അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ കൂടുതൽ അനുഗ്രഹം കിട്ടുമോ, നിവർന്നു നിന്ന് പ്രാർത്ഥിക്കണോ, അതോ തല ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കണോ, തല കുനിച്ചു പ്രാർത്ഥിക്കണോ, എങ്ങനെ പ്രാർത്ഥനയെ പറ്റിയുള്ള അനേക പുസ്തകങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. CD ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഇന്ന് എല്ലാ മേഖലകളിലും പ്രാർത്ഥനയെ പറ്റിയൊക്കെയും ധാരാളം പുസ്തകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇന്നാകുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും കുറഞ്ഞു ആൾക്കാർ പ്രാർത്ഥന കുറയ്ക്കുന്ന ഒരു യുഗം ഇന്നാകുന്നു. അതായത് പണ്ടത്തെ തലമുറയെ അപേക്ഷിച്ച് പണ്ടത്തെ ദേവദാസന്മാരെയും വിശുദ്ധന്മാരെയും ദൈവ മക്കളെയൊക്കെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയാകുന്നു പ്രാർത്ഥന കുറച്ച് ചെയ്യുന്നവർ. ഹല്ലേലൂയ. അപ്പോൾ എത്രയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിച്ചു വരുമ്പോഴും, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള റിസോഴ്സസ് നമുക്ക് വർദ്ധിച്ചു വരുമ്പോഴും, പ്രാർത്ഥനയിലും ആത്മീയ വളർച്ചയിലും ഒക്കെയും ഇന്ന് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലും പ്രാർത്ഥനയിലൊക്കെയും മുമ്പോട്ടല്ല പിൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദാവീദ് ഒരു ഗുഹയിൽ അകപ്പെടും. സ്തോത്രം. ഒരുപക്ഷെ ദൈവം നമ്മളെ ചില ഗുഹകളിലേക്ക് കൊണ്ടുവരും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുവാനുമാണ് ദൈവം നമ്മളെ ആ ഗുഹയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, സ്തോത്രം,
ജോസഫിന്റെ അവസ്ഥ നോക്കി നമുക്കറിയാം. ജോസഫ് ധാരാളം പരീക്ഷയിൽ കൂടെ കടന്നുപോയി, ജയിലിലായിരുന്നു, സഹോദരങ്ങളാൽ വിറ്റു, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ധാരാളം യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം യോസഫിനോട് പറഞ്ഞു, നീ വലിയവനാവെന്ന് പറഞ്ഞു. പക്ഷെ നീ കഷ്ടപ്പാടുകളൊന്നും ദൈവം പറഞ്ഞു കൊടുത്തില്ല. നീ എത്ര കഷ്ടം സഹിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തില്ല. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെയും ദൈവം ഇതുപോലെ ഗുഹകളിൽ കൊണ്ടുവരാം. ആത്മീയമായ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. നമ്മൾ ഇന്ന് അന്നത്തെ അവസ്ഥയിൽ ഒരു ഗുഹയിലാണെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവം നമ്മൾ എന്ത് പഠിക്കണം, ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം ഒക്കെയും നമ്മളത് പഠിച്ചിരിക്കണം. ഹല്ലേലൂയ. അതൊരു ദൈവം നമ്മളൊരു നേഴ്സറി അല്ലെങ്കിൽ ആശാന്റെ സ്കൂളിലേക്ക് നമ്മളെ അയക്കുന്നത് നമ്മളെ പഠിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കുമോ അത്രയും നമുക്ക് ഒരു വിടുതലും ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. ഇന്ന് പലരും ആ നഴ്സറി ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണെന്ന്. ക്രിസ്ത്യൻസ് ആത്മീയമായി വളരുന്നില്ല, അവരിപ്പോഴും കിൻഡർ ഗാർഡൻ തന്നെ ആകുന്നു ഇരിക്കുന്നത്. പക്ഷെ ദാവീദിന്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. ആ ഗുഹയിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിച്ച്, അനേക ആത്മീയമായി വളർന്ന് ഒരു വലിയ ആത്മീയ രാക്ഷസനെ പോലെ ദാവീദ് വളർന്ന് ദൈവത്തോട് അടുത്തൊരു വ്യക്തിബന്ധം ദാവീദ് പുലർത്തി വളർന്ന ഒരു വ്യക്തിയായിട്ട് ദാവീദ് മാറുന്നു. പക്ഷെ പലപ്പോഴും നമ്മളെ ദൈവം ഇതുപോലുള്ള ഗുഹകളിൽ കൊണ്ടുവരുമ്പോഴേ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയും വളരാതെ ആ കിൻഡർ ഗാർഡനിൽ തന്നെ നിൽക്കുന്ന അവസ്ഥ അനേകം ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നും അനേക ക്രിസ്ത്യൻസ് ആ കിൻഡർ ഗാർഡനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആത്മീയ വളർച്ചയില്ല, സ്വന്തം വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയില്ല, ആത്മീയ ദർശനങ്ങളില്ല, ആത്മീയ ശക്തിയില്ല. കാരണം അവർ ദൈവത്തിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുന്നില്ല. ആ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്വന്തം ചിലർ പറയുന്നുണ്ട് കോൾഡ് പ്രയർ ഈസ് ഫ്രോസൺ. ദേവദാസൻ പറഞ്ഞാണ് കോൾഡ് പ്രയർ ഈസ് ഫ്രോസൺ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലെങ്കിൽ അത് മുനയില്ലാത്ത പ്രാർത്ഥനയാണ്. മേഘങ്ങളെ തുളച്ചു കയറി സ്വർഗത്തിൽ എത്തുവാനുള്ള ശക്തിയില്ലാത്ത പ്രാർത്ഥനയാകുന്നു ഈ കോൾഡ് പ്രയർ എന്ന് പറഞ്ഞാൽ. ഇന്ന് അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനയെല്ലാം അങ്ങനെ തന്നെയാണ്, കോൾഡ് പ്രയർ ആണ്. ശക്തമായി പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിന്റെ മേഘങ്ങളെ തുളച്ചു കയറി സ്വർഗത്തിൽ ആ പ്രാർത്ഥന എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലുള്ള ആത്മീയ ശക്തി ഉണ്ടായിരിക്കണം, ആത്മീയ ജ്ഞാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതവും പ്രാർത്ഥനയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ പാവം ഉണ്ടെങ്കിൽ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയും ആ സ്റ്റാൻഡേർഡും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെയും കൂടുതൽ ശക്തിയും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, prayer of a righteous man avails much. നീതിമാന്റെ പ്രാർത്ഥന കൂടുതൽ ശക്തിയുള്ളതാകുന്നു. അത് പല കാര്യങ്ങളും സാധിച്ചെടുക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതവും പ്രാർത്ഥനയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മീയ ജ്ഞാനവും ആത്മീയ ശക്തിയും ആ പ്രാർത്ഥനയുടെ ഫലം വരുവാനും ഒത്തിരി ബന്ധമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിവിടെ അറിയാം, 1 ശമൂവേൽ 22 അധ്യായം വായിച്ചാൽ നമുക്കറിയാം, ആ ദാവീദിന്റെ കൂടെ 400 പേര് ചേർന്നു എന്ന് നമുക്ക് അറിയാം. ഹല്ലേലൂയ. ഈ 400 പേര് എങ്ങനെയുള്ളവരായിരുന്നു? നിരാശയുള്ളവർ, കടക്കാർ, അസന്തുഷ്ടി ഉള്ളവർ, കടക്കാർ, നിരാശയുള്ളവർ, സന്തുഷ്ടി ഇല്ലാത്തവരായ 400ഓളം പേരാണ് ദാവീദിലൂടെ ചേർന്നത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ചേരുന്നവരെ പറ്റി പറയുകയാണ്. ഹല്ലേലൂയ. ഇത് ദാവീദ് രാജാവും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ചേരുന്നവരുടെ ഒരു ലിസ്റ്റ് ആകുന്നു ഇവിടെ ആത്മീയമായി വരച്ചു കാട്ടിയിരിക്കുന്നത്. ദാവീദിന്റെ കൂടെ ചേർന്നത് പണക്കാരോ
സന്തോഷമുള്ളവരോ ആയിരുന്നില്ല. കടക്കാരും പ്രയാസമുള്ളവരും അസന്തുഷ്ടിയുള്ളവരുമായിരുന്നു ദാവീദിന്റെ കൂടെ ചേർന്നത്. ഹല്ലേലൂയ. ദരിദ്രന്മാരായിരുന്നു അവരോട് ചേർന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയ രാജ്യത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദരിദ്രരായവരെ സമ്പന്നരാക്കി. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവരെ. ഈ ലോകത്തിലെ സുഹൃത്തേക്കാളും എന്റെ യേശുവിനോടൊപ്പം എനിക്ക് നിത്യമായി ജീവിക്കുന്നതാണ്, അവന്റെ രാജ്യത്വത്തിൽ എനിക്ക് നിത്യമായി ജീവിക്കുന്നതാണ് എനിക്ക് വേണ്ടതെന്നുള്ള ആഗ്രഹമുള്ളവർ. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ, അങ്ങനെയുള്ളവരാ അവരെയാണ് യേശുവിന് വേണ്ടിയത്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയാണ് യേശു വീണ്ടും വരുന്നത്. ഈ ലോകത്തിൽ അന്യനും പരദേശമായി ജീവിച്ചവര്. നമുക്കറിയാമല്ലോ മോശയുടെ ജീവിതം, രാജ കൊട്ടാരത്തിലുള്ള ആ സമൃദ്ധിയൊക്കെ വിട്ട് ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കുവാനായിട്ട് മോശ ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. മോശ ഒരു പ്രതിഫലത്തിനായിട്ട് അഥവാ ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ അബ്രഹാം ദൈവം ശില്പിയും അടിസ്ഥാനമുള്ളതായ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. അപ്പൊ അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യം ഈ ഭൗതികമായ ഈ ലോകത്തിന്റെ രാജ്യമല്ല. അവരൊക്കെ ഒരു ആത്മീയ രാജ്യത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തോട് വസിക്കുവാൻ, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ അമേരിക്കയിലെ സ്ഥിതിയൊക്കെ ആണെങ്കിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടൊക്കെ ഈ അമേരിക്കയിൽ വന്ന പാസ്റ്റർമാരൊക്കെ ഇന്ന് ടൈയും കോട്ടും ഒക്കെ ഇട്ട എല്ലായിടത്തും അമേരിക്കയിലെ പാസ്റ്റർമാരുടെ ഒരു സ്വഭാവമാണ്. എല്ലാം ടൈയും കോട്ടും ഒക്കെ ഇട്ട മീറ്റിങ്ങിന് വരുന്നത്. ഈ വിശ്വാസികൾ എന്ത് പഠിക്കും ഇവരെ കണ്ടിട്ട്? പാരസികളൊക്കെ ആണെങ്കിൽ അവർക്കൊരു പ്രത്യേക വേഷം ഉണ്ടായിരുന്നു. പാരസികളിലും ശാസ്ത്രിമാർക്കും ഒക്കെ ഒരു പ്രത്യേക വേഷം ഉണ്ടായിരുന്നു. സാധാരണക്കാരെക്കാളും ഒക്കെ വ്യത്യസ്തമായ ഒരു വേഷം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ പാസ്റ്റർമാരൊക്കെയും എല്ലാം ഒരു മീറ്റിംഗ് വന്ന ചർച്ച വന്ന കോട്ടും ടൈയും ഇട്ടാ ഇരിക്കുന്നത്. വിശ്വാസികളൊക്കെ സാധാരണ ഡ്രസ് ഇട്ടിരിക്കും. ഇതൊക്കെ അർത്ഥം വെച്ച ഒരു ആത്മീയ കാഴ്ചപ്പാടില്ല. കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത് വേറൊരു രീതിയിലാവുന്നു. അവർക്ക് രീതിയിലുള്ള ഒരു സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ചിലർക്ക് കാണും. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ അന്യന് പരദേശിയുമാണെന്നും നമ്മളൊരു ദാസമാണെന്നും എന്റെ രാജ്യം യേശുവിന്റെ രാജ്യമാണെന്ന ബോധവും ആ രാജ്യത്തിന്റെ വിസ്താരത്തിനായിട്ട്, ആ രാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദേവദാസന്മാരൊക്കെയും എല്ലാ ലോകത്തിന്റെ എല്ലാ ദേവദാസന്മാരും കടപ്പെട്ടവരാണ്. ഇവിടുത്തെ അമേരിക്കൻ പാസ്റ്റർമാരൊക്കെ വളരെ സിമ്പിൾ. അവരൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട സഭയിൽ വരുന്നത്. അവരെ ഒന്നും പാസ്റ്റർക്കൊന്നും വിളിക്കണ്ട. അവരുടെയൊക്കെ പേര് വിളിച്ചാൽ മതി. മാത്യു, റോബർട്ട് ഒക്കെ വിളിച്ച് അവർക്ക് വളരെ ഹാപ്പിയാണ്. സ്കോട്ട് എന്നൊക്കെ വിളിച്ച് അവർക്ക് വളരെ ഹാപ്പി. ഇവിടുത്തെ അമേരിക്കയിലെ പാസ്റ്റർമാര്, ഇന്ത്യയിലെ പാസ്റ്റർമാര് പാസ്റ്റർന്നോ റവറൻഡൊന്നും വിളിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ആരെയും ഗുരുവെന്ന് വിളിക്കരുത്, നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്. മത്തായി 22. നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഞാൻ കൽക്കട്ടയിൽ 10-15 വർഷം പാസ്റ്ററായിരുന്നു. ഞാൻ ആരോട് എന്നെ പാസ്റ്റർ വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഇന്നലെ ബ്രദർ അനീഷനോട് ചോദിച്ചു, എന്താ ടൈറ്റിൽ വെക്കണ്ട? ഞാൻ ഒരു ടൈറ്റിലും വെക്കണ്ട, ജസ്റ്റ് ജോൺ തോമസ് അല്ലെങ്കിൽ സെർവന്റ് കൊടുത്ത് വെച്ചാൽ മതി. ഹല്ലേലൂയ. അത് കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ ആരെയും ഗുരുവെന്നൊന്നും വിളിക്കണ്ട, നിങ്ങളെല്ലാം സഹോദരങ്ങൾ. പത്രോസ് പറഞ്ഞു, പൗലോസ്, നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസ് എഴുതിയ ലേഖനത്തിൽ ചിലത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട്. നമ്മുടെ സഹോദരൻ ആത്മീയ ജ്ഞാനമില്ലെന്ന് ജനങ്ങളെല്ലാം ഈ ലോകത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ലോകത്തിന്റെ എത്രയും സന്തോഷം അനുഭവിക്കാം, പിന്നെ സ്വർഗരാജ്യത്തിലും പോകാം എന്നുള്ള ചിന്തയിലായിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ആത്മാവിന്റെ ഭാഗ്യവന്മാർ. എന്റെ കുരിശെടുത്തത് എന്നെ ഫോളോ ചെയ്യാത്തവരൊന്നും സ്വർഗരാജ്യത്തിൽ അവകാശമാകത്തില്ലെന്ന് കർത്താവ് യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ കർത്താവ് യേശുവിനെ സ്നേഹിക്കുന്നത് എത്ര പേരുണ്ടെന്ന് കർത്താവ് യേശുവിനെ അറിയാം. അപ്പോൾ അതല്ല നമ്മൾ ഇന്നത്തെ സബ്ജക്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദാവീദിന്റെ കൂടെ ചേർന്നത് 400 പേരാകും. അവര് നിരാശയും കടവുള്ളവരാകും. അതിന്റെ മറ്റേ സൈഡില് എന്താണെന്ന് വെച്ചാൽ ആത്മാവിൽ ദരിദ്രരായവർ കർത്താവ് യേശുവിന്റെ അടുത്ത് വരും. ഇന്ന് കർത്താവിനെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരും കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്നവരും കർത്താവിനെ കാണുവാൻ ആഗ്രഹമുള്ളവരും ഒക്കെയും ആത്മാവിൽ ദരിദ്രരായവരാണ്. അവര് ഈ ലോകത്തിന്റെ സന്തോഷവും ഒക്കെയും മടുത്തവരാകും. അതാണ് ഈ ലോകത്തിന്റെ
സന്തോഷവും സമാധാനത്തെക്കാളും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നത് കർത്താവ് യേശുവിന്റെ രാജ്യവും അവനോട് ആഗ്രഹമാണ്. രക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ഈ എല്ലാത്തിനും ഉപരിയായിട്ട് നിത്യരാജ്യത്തെ ആഗ്രഹിക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കാൻ പോകുന്നതാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവന്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിപ്പിക്കും. അവന്റെ രാജ്യവും നീതിയും നീ ആദ്യം അന്വേഷിച്ചാലേ നിനക്ക് അത് നിനക്ക് നിത്യജീവനും കിട്ടത്തുള്ളൂ. ഈ ലോകത്തിലുള്ള ശാശ്വത സമാധാനം, ദൈവം തരുന്ന ആ സമാധാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആ നീതി രാജ്യവും അന്വേഷിക്കണം. നമുക്ക് ലോകത്തിലെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചാൽ അത് മതി. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ എല്ലാം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം എനിക്ക് മതി എന്ന് പറയുന്നവർ ഈ ലോകം തരുന്ന സന്തോഷത്തെക്കാൾ ക്രിസ്തുവിനോട് കൂടെ വാഴുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നവരാകുന്നു യേശുവിന്റെ അടുക്കൽ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് യേശു ക്രിസ്തുവിനെ കൂടുതലായി സ്നേഹിക്കുന്നത് ഇവർ തന്നെ. ഈ ലോകം എനിക്ക് മതി എന്ന് പറയുന്നവർ ഈ ലോകത്തിലെ സന്തോഷത്തെക്കാളും ക്രിസ്തുവിനോട് കൂടെ വാഴുന്നതാണ് ശ്രേഷ്ഠം എന്ന് ഹൃദയത്തിൽ പറയുന്നവരാണ് യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അവരാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതും ദൈവമായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ കൂടെ നിരാശയും കഷ്ടപ്പാടും അസന്തുഷ്ടിയുള്ളവരായിരുന്നു. അതിന്റെ മറ്റു സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാല് ഷൗല് അന്ന് രാജാവായിട്ട് വാഴുകയാണ്. ഇവർക്ക് വേണ്ട ഷൗലിന്റെ രാജ്യത്തിൽ ചേരാമായിരുന്നു. ഷൗലിന്റെ രാജ്യത്തിൽ സമ്പത്തുണ്ട്, ബലമുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഷൗലിനോട് കൂടെ ചേരാതെ ഈ 400 പേര് ദാവീദിന്റെ കൂടെ ചേർന്നു. അത് വരാനിരിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടിനെയാണ് അവിടെ വരച്ചു കാട്ടുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എന്തൊക്കെ നമുക്ക് ലോകം തരുന്ന സമാധാനവും ഈ ലോകം തരുന്ന സന്തോഷവും ഈ ലോകം തരുന്ന പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങളെക്കാളും കൂടുതലായിട്ട് ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കുക അവന്റെ രാജ്യത്തിൽ നിത്യമായി വാഴുവാനുള്ള ആഗ്രഹമുള്ളവരെയാണ് കാണിക്കുന്നത്. അവരാണ് ഇവിടെ യേശുവിന്റെ ഈ ദാവീദിനോട് ചേർന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിനെ നശിപ്പിക്കാനായിട്ട് ശൗല് ഒത്തിരി ശ്രമിച്ചു. ഹല്ലേലൂയ. പക്ഷെ ദൈവവചനം പറയുന്നുണ്ട്, ദൈവം ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നശിപ്പിച്ച് കളയുവാൻ ലോകക്കാരൻ അന്നത്തെ യഹൂദന്മാരെല്ലാം ശ്രമിച്ചു. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയും യേശുവിനെ കൊന്ന് അവന്റെ കഥ തീർക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇനി രാജനായിട്ട് ഇനി വേഗം വരാൻ പോവുകയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, സമയം തീരാറായല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. സകല ദേശങ്ങളിൽ ഇസ്രായേലിനെതിരെ വരാൻ പോവുകയാണ്. ഒരു ആർമഗദൻ യുദ്ധം ഇനി നടക്കാൻ പോവുകയാണ്. പക്ഷെങ്കില് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരുടെ രാജ്യത്തിലാണ് നമ്മുടെ വിധേയത്വം? ഈ ലോകത്തോടാണ് നമ്മുടെ വിധേയത്വം. ഈ ക്രിസ്തീയ സമൂഹങ്ങളൊക്കെയും അനേകര് ഈ ലോകത്തോട് വിധേയത്വം കാണിച്ച് ഈ ലോകത്തിന്റെ അനുരൂപരായി ജീവിക്കുമ്പോൾ നമ്മുടെ വിധേയത്വം ആരോടാകുന്നു? നമ്മുടെ കർത്താവ് യേശുവിന്റെ രാജ്യത്തോടാണോ നമ്മുടെ വിധേയത്വം? ആ 400 പേര് ദാവീദിന്റെ കൂടെ ചേർന്നത് അവർ ആത്മാവിൽ ദരിദ്രരും അസന്തുഷ്ടമുള്ളവരും നിരാശയുള്ളവരുമായി നമ്മൾ ഈ ലോകത്തിന്റെ സുഖത്തിൽ സന്തോഷിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കുന്നവരാണോ? അതോ എന്റെ യേശുവിന്റെ രാജ്യം വരണം, ആ യേശുവിന്റെ രാജ്യം എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ? അതിനായിട്ട് നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുന്നുണ്ടോ? നമ്മളെ തന്നെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ടോ? അവന്റെ രാജ്യത്തെ പറ്റി മറ്റുള്ളവർ നമ്മൾ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ കൾച്ചറിലും സമ്പദ് വ്യവസ്ഥയിലും സുഖത്തിലും ഒക്കെ നമ്മൾ സന്തോഷിച്ച് നമ്മൾ ജീവിക്കുകയാണോ? അതോ യേശുവിന്റെ രാജ്യത്തോടാണോ നമ്മുടെ വിധേയത്വം എന്ന് നമുക്ക് ഈ രാത്രിയിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മളൊരു നാൾ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവന്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവനായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി സകലം ചെയ്യാൻ അവൻ മതിയായ കഴിവുള്ളവനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മള് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഞാൻ ആരുടെ രാജ്യത്തെ പറ്റിയാണ് എന്റെ വിധേയത്വം? ഈ ലോകത്തിന്റെ അനുരൂപനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതോ യേശുവിന്റെ ആ രാജ്യത്വം അവൻ മടങ്ങി വരുന്നു, അവൻ വീണ്ടും വേഗം വരാൻ പോവുകയാകുന്നു. സകല ജഡവും അവനെ കാണും. ഹല്ലേലൂയ. സ്തോത്രം. രാജാക്കന്മാരും
അവനെ കണ്ട് ഭയപ്പെടും. അന്ന് മരണം മനുഷ്യനെ വിട്ടുമാറുന്ന വലിയ പീഡനങ്ങൾ വരാൻ പോവുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തെ പറ്റി പഠിച്ചാൽ ദാനിയേല് മലിനപ്പെട്ടില്ല. അവൻ ആഹാരം ലോകക്കാർ കൊടുത്ത് ആഹാരം കഴിച്ച് അവൻ മലിനപ്പെട്ടില്ല. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ആഹാരം കൊടുത്ത് ദാനിയേല് മലിനപ്പെട്ടില്ല. ഈ ലോകത്തോൻ മാറി നിന്നു. ഹല്ലേലൂയ. 16ാമത്തെ വയസ്സിലാണ് അവൻ മലിനമായ ആഹാരം കഴിക്കാതെ മാറി നിന്നത്. 82ാമത്തെ വയസ്സായപ്പോൾ അവൻ 30 ദിവസം രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് രാജകൽപ്പന വന്നു. അവനെ ദാനിയേലിനെ കൊല്ലുവാനുള്ള ആൾക്കാരെ അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും ദാനിയേല് എനിക്ക് മരിക്കുന്നത് ലാഭം, ഞാൻ എന്റെ ദൈവത്തോട് 3 പ്രാവശ്യവും പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുത്തു. ആ പ്രാർത്ഥന ഒരു ദിവസമാണെങ്കിലും ദാനിയേല് പറഞ്ഞില്ല, ഞാൻ ഒരു ദിവസമാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ 30 ദിവസവും ഞാൻ ദാനിയേല് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ദൈവത്തോടുള്ള ആ വിധേയത്വം ദാനിയേലും മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. പക്ഷെങ്കിൽ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് ജയാളിയായിട്ട് പുറത്തു വന്നു. ഹല്ലേലൂയ. നമ്മുടെ വിധേയത്വം ആരോടാകുന്നു? ഈ ലോകത്തിൽ നമ്മൾ മലിനപ്പെടുകയാണോ? ഈ ലോകത്തിന്റെ പാപത്തിൽ നമ്മൾ മലിനപ്പെടുകയാണ്? ഇവിടുത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, സോഷ്യൽ മേഖലകളിൽ നമ്മൾ മിങ്കിൾ ചെയ്ത് നമ്മൾ സാധാരണക്കാരെ പോലായി ക്രിസ്തുവിന്റെ രാജ്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും ആഗ്രഹവും പറഞ്ഞ് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ വിധേയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ യേശുവിന് നമ്മുടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ വീണ്ടും വരാൻ പോകുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവിന് അറിയാം ഏത് രാജ്യത്തിലാണ് നമ്മുടെ വിധേയത്വം. നമുക്ക് ഈ രാത്രിയിൽ ഒന്ന് ചിന്തിക്കാം. നമ്മൾ ഇതിനെ പറ്റി ഭയപ്പെട്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഏത് ശത്രു നമുക്കെതിരെ വന്നാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാനായിട്ട് അവരെല്ലാം ശ്രമിച്ചു. ദാവീദിനെ നശിപ്പിക്കാനായിട്ട് ശൗലെല്ലാം ശ്രമിച്ചു. പക്ഷെ ദൈവം ദാവീദിന്റെ കൂടെ ഇരുന്നു. കർത്താവ് യേശുവിനെ മത്സരം ഉയർത്തിയ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ശോധന ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ വളരെ ലളിതമായിട്ട് എന്നാൽ എത്ര ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. ആ ദാവീദ് നമുക്കറിയാം അഭിഷിക്തനായിരുന്നു. ദാവീദ് ദൈവത്താൽ അഭിഷേകം ലഭിച്ചവനാണ്, അഭിഷിക്തനാണ്. എന്നാൽ നമ്മുടെ പേര് അഭിഷിക്തനാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം കിട്ടും, എല്ലാവരും നമ്മളെ ബഹുമാനിക്കും, പിന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല. എന്നാൽ അഭിഷിക്തനായത് മുതലാണ് പുള്ളിക്കാരൻ ഏറ്റവും പ്രശ്നം. ജീവനും വേണ്ടി ഓടുകയും എന്ന് വേണ്ട ഇല്ലാത്ത ബദ്ധപ്പാടുകൾ ജീവിതത്തിൽ നമുക്കാർക്കും ഇല്ലാത്ത രീതിയിലുള്ള, സാധാരണ മനുഷ്യനില്ലാത്ത രീതിയിലുള്ള ബദ്ധപ്പാടുകൾ. ആ രാജ്യത്തെ രാജാവ് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ രാജാവ്, അന്നത്തെ കാലത്ത് രാജാവ് കൊല്ലാൻ തീരുമാനിച്ചാൽ അതിന് എത്ര നേരം വേണം? എന്നാൽ ആ ജീവിതകാലം മുഴുവൻ അദ്ദേഹം, അത് കഴിഞ്ഞ് നമുക്കറിയാം നിരാശനായിട്ട് ഒരിക്കൽ ദാവീദ് തന്നെ പറയുകയാണ്, ഞാൻ അഭിഷിക്തനാണെന്നൊക്കെ മറന്ന് ദാവീദ് പറയാണ്, ഞാൻ ഒരു ദിവസം ഈ ശൗലിൻ്റെ കൈ കൊണ്ട് മരിക്കുകയേ ഉള്ളൂ, എൻ്റെ ഗതി ഇനി അതാ ആകാൻ പോകുന്നത്. ഞാൻ അഭിഷിക്തനൊക്കെയാണ്, പക്ഷെ അതൊന്നും കാണുന്നില്ല. ഞാൻ ഇവൻ്റെ കൈ കൊണ്ട് ഇതുപോലെ ഞാൻ ഓടുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും മരിച്ചു പോകും. അത്രമാത്രം നിരാശനായിട്ട്, നിരാശയുടെ വാക്കുകളാണ് ദാവീദ് പറഞ്ഞത്. ദാവീദ് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു, ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നൊക്കെ പറഞ്ഞെങ്കിലും എത്രയോ സാധാരണ മനുഷ്യർക്ക് പറ്റാവുന്ന എന്തെല്ലാം കുഴപ്പങ്ങളും നമുക്കാർക്കും പറ്റുന്നതിനേക്കാളും കൂടുതൽ കുഴപ്പങ്ങൾ ആളുകളെ കൊല്ലുകയും എന്തെല്ലാം ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ബദ്ധപ്പാടുകളുടെയും ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലായിത്തീരുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യമൊക്കെ മറന്ന് നിരാശരായിട്ട് മറ്റു മാർഗങ്ങളും വഴികളും ഒക്കെ നോക്കുന്ന ആളുകളെ, വിശ്വാസികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയാനുള്ള കാര്യം, ഈ ബദ്ധപ്പാടുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കാനായിട്ട്, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അതില്ലാ ഗുഹയിൽ ഒക്കെ ഇങ്ങനെ ഓടി ഒളിച്ചൊക്കെ പാർക്കുമ്പോഴും അവിടെ ഇരുന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും സങ്കീർത്തനങ്ങളൊക്കെ പാടുന്നതിനും ഒക്കെ ഉള്ള മുഖാന്തരം അതിന് അദ്ദേഹത്തിന് സാധിച്ചെന്നുള്ളത് നമുക്കറിയാം. 139 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ സന്നിധി വിട്ട് എവിടേക്ക് പോകും? ആഴിയുടെ അഗാധതയിൽ ചെന്നാലും, അല്ല പർവ്വത ശൃംഗത്തിൻ്റെ ഉത്തുംഗതയിൽ ചെന്നാലും നിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. നിന്നെ വിട്ട് എനിക്കെങ്ങും പോകാൻ കഴിയുകയില്ല. അതെത്ര ആഴമായിട്ടുള്ളൊരു ദൈവിക ഉൾക്കാഴ്ചയാണ്
പ്രിയമുള്ളവരെ, അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം എന്തെല്ലാം ബന്ധപ്പാടുകളും എന്തെല്ലാം ദുരിതത്തിൽ അകപ്പെട്ടെങ്കിലും എന്തെല്ലാം തെറ്റുകളിലൊക്കെ അകപ്പെട്ടെങ്കിലും പിന്നീടും ആ നിലനിൽക്കുവാനായിട്ട് സാധിച്ചത് എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം നിലനിന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം, ആ തന്നെ കൊല്ലാനായിട്ട് വരുന്ന ശൗലിനെ തൻ്റെ കയ്യിൽ കിട്ടിയതാണ്. സേനാധിപൻ ചോദിച്ചു, രാജാവേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവന്റെ കഥ ഇപ്പം തീർത്തേക്കാം, ഒരൊറ്റ വെട്ടിന് തീർത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നോ, ദൈവത്തിന്റെ അഭിഷിക്തനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും സത്യത്തിനും നീതിക്കും വേണ്ടി താൻ ആരാണെന്നൊക്കെയുള്ള ആഴമായിട്ടുള്ള ബോധത്തോടുകൂടി സത്യത്തിനും നീതിക്കും വേണ്ടി എന്നും അദ്ദേഹം നിലനിന്നു എന്നുള്ളതാണ്. ചില പാളിച്ചകളൊക്കെ വന്നെങ്കിലും ആത്യന്തികമായിട്ട് തൻ്റെ ആ ജീവിതശൈലി അതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വളരെ നിരാശരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മൂല്യങ്ങളൊക്കെ വിട്ടാൽ എന്നാൽ ഇനി എന്തേലും ആകട്ടെ എന്ന് ചിന്തിക്കാതെ, ദൈവമക്കളാണ് നമുക്ക് എന്തെല്ലാം അപാകതകൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള ആഴമായിട്ടുള്ള ബോധ്യത്തോടുകൂടെ വിശ്വാസമുള്ളവരായി കർത്താവിൻ്റെ സാന്നിധ്യം ഏത് സാഹചര്യത്തിൽ അനുഭവിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. ആ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനാകണമെന്ന് പറഞ്ഞ കർത്താവ് തന്നെ അത് കാണിച്ചു. അവർക്കാർക്കും മനസ്സിലായില്ല. അന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, ലോകത്തിൻ്റെ കണ്ണിൽ ഗുരുവാണ് വലിയവൻ, നിങ്ങളെല്ലാം ഗുരുവിനെ ശുശ്രൂഷിക്കുക. എന്നാൽ ഞാൻ വന്നത് അതിനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. ഗുരുവായ ഞാൻ നിങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുകയാണ്. അതായിരുന്നു ആദ്യത്തെ സഭ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം, സഭയുടെ വ്യത്യാസം മാറി, ലോകത്തിൻ്റെ രീതിയിലായി. മെത്രാപ്പൊലീത്തായുടെ മുന്നിൽ എല്ലാവരും ഓച്ചാനിച്ച് നിൽക്കുന്നു. ഇപ്പം പാസ്റ്ററുടെ മുന്നിൽ എല്ലാവരും ഓച്ചാനിച്ച് നിൽക്കുന്നു. ഇപ്പം പിന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ, ഞാൻ പാസ്റ്ററാണ്, റവറൻഡ് ഡോക്ടറാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് എന്തെല്ലാം എഴുതി വെക്കുന്ന പാസ്റ്റർ, അങ്ങനെയാണ്. അത് ഒരു വശം. ഈ ടൈറ്റിലുകളൊക്കെ വെച്ച് വേകുന്ന ഒരു വശം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഒരു ടൈറ്റിലും വേണം, എൻ്റെ പേര് മാത്രം മതി എന്ന് പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്, കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ, ഒരാൾ പാസ്റ്ററായാൽ, ഞാൻ ഓർഡിനേഷനൊക്കെ കിട്ടി പാസ്റ്ററായ ഉടനെ ഞാൻ പോകുന്ന ചർച്ചിൽ ഒരു പാസ്റ്റർ ആയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വേറെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഓർഡിനേഷൻ കിട്ടുകയാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്നെ ബ്രദറെന്നേ വിളിക്കത്തുള്ളൂ. ബ്രദറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം അങ്ങനെ വിളിച്ചാലേ പുള്ളിക്ക് ഒരു സമാധാനമുള്ളൂ. എന്തെങ്കിലും ആകട്ടെ, നമ്മളതുകൊണ്ട് എന്താണെങ്കിലും സ്ഥാനമോ മാനമോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് ദൈവികമല്ല. കർത്താവ് പറഞ്ഞത് ഇതിന് എതിരാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിൽ അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വലിയ ബെനിഹീനൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം പിന്നീട് വന്ന് അനുദവിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് കേട്ടു. എന്താണെങ്കിലും എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും കർത്താവ് പറഞ്ഞ ആ പാതയിലൂടെ നമുക്ക് പോകാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വളരെ ലളിതമായി, വളരെ ശക്തിയോടുകൂടെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ ഈ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി മുന്നോട്ട് വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രജലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.